ഹലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി പർച്ചേസിങ് ആണ് ഗൈസ്. കഴിഞ്ഞ വട്ടം നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നത് ഒരു കുട്ടിയുടെ ഓർഡറിനായിരുന്നു. ഇത്തവണ വേറൊരു കുട്ടിയുടെ ഓർഡേഴ്സിന് വേണ്ടിയിട്ടാണ് തുണി എടുക്കാൻ വേണ്ടി നമ്മൾ പോയത്. കഴിഞ്ഞ വട്ടം ബസ്സിലും ഓട്ടോയിലും നടന്നും അതൊക്കെ അങ്ങ് പോയി. ഇത്തവണ 150 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. കുറേ കടയിൽ വേണ്ടി കയറേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. കാരണം നമുക്കറിയാം നമ്മൾ കയറുന്ന കടയിൽ അത് കിട്ടില്ല എന്ന്. അപ്പോൾ 2-3 കടയിലൊക്കെ പോയി. പിന്നെ അവിടെ നിറയെ സാരി കളക്ഷനും പലാസ പാൻറ് സെക്ഷനും ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ നിറയെ സാരി. എൻ്റെ സാരി ഇപ്പോൾ എനിക്കൊരു വീക്ക്നെസ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. വയലറ്റ് കളറും ഗ്രീനും കൂടി ചേർന്നിട്ട് ഒരു മിക്സിങ് സാരി ഉണ്ടായിരുന്നു. ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. അതേപോലെ തന്നെ പേളി ചേച്ചി ഉടുത്തിട്ടുള്ള ഒരു ബ്ലൂ കളർ സാരി ഉണ്ടായിരുന്നു. അതിപ്പോൾ ട്രെൻഡിങ്ങിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാരിയാണ്, കോട്ടൻ്റെ. അതും ഇഷ്ടപ്പെട്ട്. അതിനേക്കാളും എനിക്കിഷ്ടപ്പെട്ടത് ഈ ഗ്രീൻ റെഡ് കോംബോയിൽ വരുന്ന സാരിയായിരുന്നു. പിന്നെ നമ്മൾ എടുക്കാൻ പോയ സ്കേർട്ടിനുള്ള തുണി കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ മെറ്റീരിയൽ വരുന്ന ടൈപ്പ് സാരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് സെറ്റായി. കുറേ ആ കുട്ടിക്ക് അയച്ചു കൊടുത്ത്. അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ 2-3 നോക്കിയപ്പോഴത്തേക്കും ഓക്കെ ഫിക്സായി. പിന്നെ പിങ്ക് കളറായിരുന്നു ആ കുട്ടിയുടെ പാവാടയ്ക്ക് മാച്ച് ഡ്രസ്സ്, ഉടുപ്പ് തയ്ക്കാനുള്ള മെറ്റീരിയൽ. അത് നമ്മൾ പർച്ചേസ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അലഞ്ഞ് തിരിഞ്ഞ് വന്നപ്പോഴത്തേക്കും നല്ല വിശപ്പടിച്ച് 2 ഷാർജയും കുടിച്ചിട്ട് നമ്മൾ പോയി സ്റ്റുഡിയോയിലോട്ട്. നല്ല ടോപ്പല്ലേ ഗൈസ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. പിന്നെ ഈ ഡ്രസ്സില്ലേ ഗൈസ്, അതിന് ഉടുപ്പിന് 599, പലാസ പാൻറ്റിന് 599, കോട്ടിന് 599. അതുകൊണ്ട് 199 രൂപയുടെ ടീഷർട്ട് എടുത്ത്. പിന്നെ നെയിൽ പോളിഷ് എല്ലാത്തിലും ഓരോ കളർ വീതം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ചേർന്നത് കാപ്പിപ്പൊടിയാണ് എനിക്കിഷ്ടപ്പെട്ടത്. പിന്നെ അവൾ ഒരു ഹീൽ ഇട്ട് നോക്കി. പിന്നെ നമ്മൾ ലാസ്റ്റ് വീടെത്താറായപ്പോൾ 2 വെള്ളവും കുടിച്ചിട്ട് നേരെ വീട്ടിൽ പോയി. താങ്ക് യു.